പക്ഷെ ഇവൻ വന്നത് എന്തിനെന്നറിയാമോ? അടുത്ത വാക്യം, വന്നത് നന്നാവാനല്ല, ഗുണപ്പെടുത്തരുതെന്ന് പറയാനാണ്. എന്നെ ഗുണപ്പെടുത്തരുതേ എന്ന് പറയാനാണ് വന്നത്. ഗുണപ്പെടുത്തണേ എന്ന് പറയാനല്ല ചേച്ചി വന്നേ, പിന്നെ ഗുണപ്പെടുത്തല്ലേ എന്ന് പറയാനാണ്. വായിച്ചേ, അടുത്ത വാക്യം വായിച്ചേ. അകലെ വച്ച് തന്നെ അവൻ യേശുവിനെ കണ്ട് ഓടി വന്ന് അവനെ പ്രണമിച്ചു. അടുത്ത വാക്യം, ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര. ഒരു മിനിറ്റ്. അയ്യോ, എന്നാ വിളിയാ വിളിച്ചവൻ! നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളാരും വിളിക്കുന്നതിനേക്കാളും നല്ല വിളിയാണ് ഈ ചേട്ടൻ വിളിച്ചത്. യേശുവേ, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, യേശുവേ. ഓ, ചേച്ചി ഇങ്ങനെ വിളിക്കത്തില്ല, ചേട്ടൻ ഇങ്ങനെ വിളിക്കത്തില്ല. ഈ പിശാച് ബാധിച്ചവൻ അങ്ങനെ വിളിച്ചത് ഗുണപ്പെടുത്താനല്ല. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോ ഇവിടെ ഒരു സെക്കൻഡ്. ഇവിടെ ഈ 4-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യത്തിൽ അപ്പസ്തോലന്മാരൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. 4-ാം അധ്യായത്തിൻ്റെ 41-ാം തിരുവചനം വായിക്കാം. 4-ാം അധ്യായം 41-ാം തിരുവചനം വായിച്ചേ. അവർ അത്യധികം ഭയന്ന് പരസ്പരം പറഞ്ഞു. ആര്? ശിഷ്യന്മാർ. യേശുവിൻ്റെ കൂടെ വഞ്ചിയിലുണ്ടായിരുന്ന ശിഷ്യന്മാർ അത്യധികം ഭയന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ്. അവരെന്താണ് ചോദിച്ചത്? ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ ശിഷ്യന്മാരുടെ ചോദ്യത്തിന് ശിഷ്യന്മാർക്ക് ഉത്തരവില്ല. ഉത്തരം ആരാ പറയുന്നേ? പിശാച് ബാധിച്ചവൻ. നിങ്ങൾ ശ്രദ്ധിച്ചോണം. പിശാചിന് യേശു ആരാണെന്നറിയാം, ശിഷ്യന്മാർക്ക് അറിയാൻ പാടില്ല. ഇതാണ് ഇന്നത്തെയും അവസ്ഥ. പിശാചിനറിയാം യേശുവിൻ്റെ ശക്തി, ദൈവമക്കൾക്ക് അറിഞ്ഞൂടാ യേശുവിൻ്റെ ശക്തി. ഹല്ലേലൂയാ. സാത്താൻ അറിയാം, സാത്താന് നല്ലപോലെ മനസ്സിലായി. അപ്പൊ അവൻ എന്താ പറഞ്ഞത്? അവൻ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. വാക്യം 7 എന്താണ് പറഞ്ഞത്? മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവേ, അങ്ങ് എൻ്റെ കാര്യത്തിൽ എന്തിനിടപെടുന്നു? ദൈവത്തെ കൊണ്ടാണയിട്ട് ഞാൻ അങ്ങോട്ട് അപേക്ഷിക്കുന്നു, അങ്ങ് എന്നെ പീഡിപ്പിക്കരുതേ. ഇന്ന് മനസ്സിലാക്കിയിരിക്കണം. നിങ്ങൾക്ക് പിശാചിനെ ഭയമുണ്ടോ? ഉണ്ടോ? അതിനെ പറയാത്തെ കുറച്ചൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് പിശാചിനെ ഭയമുണ്ടോ? ഗബ്രിയേൽ അമോർത്ത് എന്ന് പറയുന്ന റോമിലെ പിശാച് ബഹിഷ്കരിക്കുന്ന അച്ഛൻ്റെ ആത്മകഥയുടെ പേര് ദ ഡെവിൾ ഈസ് അഫ്രൈഡ് ഓഫ് മീ. പിശാചിന് എന്നെ പേടിയാണ്. ദൈവമക്കൾ പറയേണ്ടത് എനിക്ക് പിശാചിനെ പേടിയുണ്ടെന്നല്ല, പിശാചിന് എന്നെ പേടിയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. നിയമാവർത്തന പുസ്തകം 28:10. നിയമാവർത്തനം 28:10 പെട്ടെന്ന് വായിക്കുക. നിയമാവർത്തനം 28:10 കിട്ടിയവര് വേഗം വായിച്ചോ. നിയമാവർത്തനം 28:10 വായിച്ചോ. കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. കർത്താവിൻ്റെ നാമം, അതായത് യേശു നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ. വായിച്ചേ 1 യോഹന്നാൻ 4:4. 1 യോഹന്നാൻ 4:4 വേഗം വായിക്ക്. 1 യോഹന്നാൻ 4:4 വായിച്ചേ. കുഞ്ഞുമക്കളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ് എന്ന് പറഞ്ഞേ. കുഞ്ഞുമക്കളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്. നിങ്ങൾ വ്യാജ പ്രവാചകന്മാരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ പറ, എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. പറ, എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. പറ, എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ഇനി പറയരുത്. കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കണം. പിശാചിനെ നമുക്ക് ഭയമില്ല, പിശാചിന് നമ്മെ ഭയമാണ്. പിശാചിനെ നമുക്ക് ഭയമില്ല, പിശാചിന് നമ്മെ ഭയമാണ്.
പിശാചിനെ നമുക്ക് ഭയമില്ല, പിശാചിന് നമ്മെ ഭയമാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലായോ? ഒരു സ്ഥലത്ത് ദൈവമക്കൾ ആരാധിക്കുമ്പോൾ, ഒരു സ്ഥലത്ത് ദൈവമക്കൾ ദൈവനാമത്തെ ഉയർത്തുമ്പോൾ പിശാചിന് അവരെ പേടിയാണ്. നിങ്ങളൊരു തിരുനാൾ നടത്തുമ്പോൾ സാത്താന് നല്ല സന്തോഷമാണ്. കാരണം ഈ തിരുനാൾ കഴിയുമ്പോൾ ഒരു 50 എണ്ണത്തെ കൂടെ കിട്ടും. എന്നാൽ നിങ്ങളൊരു പായ വിരിച്ച് മുട്ടിന്മേൽ നിന്ന് നിങ്ങളുടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ സാത്താൻ നടുങ്ങി വിറയ്ക്കും, അവൻ്റെ മുട്ട് വിറയ്ക്കും. നീ മുട്ടുകുത്തുമ്പോൾ അവൻ്റെ മുട്ടിടിക്കും, നീ മുട്ടുകുത്തുമ്പോൾ അവൻ്റെ മുട്ടിടിക്കും, നീ മുട്ടുകുത്തുമ്പോൾ അവൻ്റെ മുട്ടിടിക്കും. എപ്പോഴാ? നീ പ്രാർത്ഥിക്കുമ്പോൾ. പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ദൈവമക്കളെ പിശാചിന് ഭയമാണ്. അതുകൊണ്ട് പറയുകയാണ്, ഞങ്ങളെ പീഡിപ്പിക്കരുത്. വായിച്ചേ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 7-ാമത്തെ വാക്യം. അങ്ങനെ വേണം വായിക്കാൻ. വായിച്ചു. ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര യേശുവേ, അങ്ങ് എൻ്റെ കാര്യത്തിൽ എന്തിന് ഇടപെടുന്നു? ദൈവത്തെ കൊണ്ട് ആണയിട്ട് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു, അങ്ങ് എന്നെ. ഇങ്ങോട്ട് നോക്കിയേ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഈശോയുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയുമോ? നിങ്ങളിങ്ങനെ പറയുമോ? അതായത് യേശുവിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ ചേച്ചി വരികയാണ്, യേശുവിൻ്റെ അടുത്തേക്ക് ചേച്ചി പറയുമോ, കർത്താവേ പിന്നെ എന്നെ നന്നാക്കല്ലേ, എന്നെ ഗുണപ്പെടുത്തല്ലേ, എൻ്റെ ദേഷ്യം മാറ്റല്ലേ? പറയുമോ അങ്ങനെ? ഇല്ലല്ലേ? ഇവർ പറയില്ല. നിങ്ങൾ പറയുമോ? അതായത് നിങ്ങൾ പറയുകയാണ്, ഇങ്ങനെ ഈ ഈശോയുടെ അടുത്തേക്ക് വരുമ്പോൾ പറയുകയാണ്, ഈശോയെ എൻ്റെ അസൂയ മാറ്റല്ലേ, എൻ്റെ നാത്തൂനോടുള്ള പിണക്കം ഒരു കാരണവശാലും മാറ്റല്ലേ, ഞാനെങ്ങാനും നന്നായി പോയാലും മാറ്റല്ലേ എന്ന് പറയുമോ? പറയില്ലല്ലേ? പറയുമോ? പറയില്ലല്ലേ? ഞാനൊരു കഥ ചൊല്ലട്ടുമാ. ഈ പിന്നെ ഒരമ്മ മകൻ ഭയങ്കര കള്ളുകൂടിയായിരുന്നു. അപ്പോൾ ഈ പറയുന്ന കഥയ്ക്ക് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ ആരുമായും യാതൊരു ബന്ധവുമില്ല. ഉണ്ടെന്ന് തോന്നിയാൽ തികച്ചും യാദൃച്ഛികം അല്ല, തികച്ചും സാങ്കല്പികം മാത്രമാണ്. അപ്പോൾ ഒരമ്മ കഠിനമായ പ്രാർത്ഥനയാണ്. പ്രാർത്ഥന എന്തെന്നറിയാമോ? ഈ എൻ്റെ മകനെ മാനസാന്തരപ്പെടുത്തണം. മകൻ്റെ പ്രശ്നം എന്താ? കള്ളുകൂടി എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ഒരുമാതിരിപ്പെട്ട കുടിയന്മാരെക്കാളും വലിയ കുടിയനായിരുന്നു. അപ്പോൾ കുടിയൻ എന്ന് പറഞ്ഞാൽ വണ്ടി ഓടിച്ചു കൊണ്ടുപോയിട്ട് റോഡിൻ്റെ നടുക്കൊക്കെ, ഇപ്പോൾ നാഷണൽ ഹൈവേയുടെ നടുക്കൊക്കെ ഇട്ടിട്ട് താക്കോല് ഊരി എടുത്തുകൊണ്ട് വീട്ടിൽ പോവുക, നടുക്കിട്ടിട്ട് ഇങ്ങനെ കുടിച്ചിട്ട് അത്രയും വെളിവുകേട് കാണിക്കുന്ന ആളാണ്. പാവ അമ്മ കരഞ്ഞ് പ്രാർത്ഥിച്ച് യൂദാസ്ലീഗയുടെ കുരിശടി കൊണ്ടുവന്ന് കൊടുക്കാവുന്ന നേർച്ചയെല്ലാം കൊടുത്ത് വിളക്കൊക്കെ വെച്ച് എന്തെല്ലാം ചെയ്യാമോ അത് മുഴുവൻ ഈ പാവം ചെയ്ത് ദൈവം തമ്പുരാനെ ഒരു ദിവസം ഇവൻ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവൻ എങ്ങനെ പറയാം, കുടിച്ച സമയത്ത് ഇവൻ മഹാകുടിയനാണ്, നന്നായി കഴിഞ്ഞപ്പോൾ ഇവൻ അത്രയും നല്ലവനാണ്. അതാണ് ചില ആളുകളുടെ പ്രശ്നം. പൗലോസ്ലീഗയൊക്കെ അങ്ങനെയാണ്. മോശമായിരുന്നപ്പോൾ അങ്ങേയറ്റം മോശമായിരുന്നു, പീഡിപ്പിച്ചപ്പോൾ തീഷ്ണതയോടെ സഭയെ പീഡിപ്പിച്ചു. അത് കഴിഞ്ഞ് യേശുവിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പീഡനങ്ങളുടെ നടുവിലും പേടിയില്ലാതെ യേശുവിനെ ശുശ്രൂഷിച്ചു. അപ്പോൾ ഇവൻ എന്ത് ചെയ്തു? കള്ളുകൂടി മാറി മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവൻ പിന്നീട് രാവും പകലും യേശുവിൻ്റെ പിന്നാലെ നടക്കാൻ തുടങ്ങി. ജോലിക്കൊന്നും പോവാതായി. കേട്ടോണേ, ജോലിക്കൊന്നും പോവാതായി. വീട്ടിൽ ആവശ്യത്തിന് പണമൊക്കെ ഉള്ളതാണ്, എന്നാലും അമ്മ നോക്കുമ്പോൾ ജോലിക്കൊന്നും പോകുന്നില്ല. കള്ളുകൂടിയൊക്കെ നിർത്തി ബൈബിളൊക്കെ എടുത്ത് വെള്ളയൊക്കെ ഇട്ട് കുരിശൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കുകയാണ്. പ്രാർത്ഥന. പിന്നെ വീട്ടിലൊരു പ്രെയർ റൂമൊക്കെ ഉണ്ടാക്കി, കുറേ മെറ്റിലൊക്കെ എടുത്തിട്ട് മുട്ടയിൽ നിന്ന് രാവിലെ വെളുപ്പിനെ പ്രാർത്ഥന, ഉച്ചയ്ക്ക് പ്രാർത്ഥന, യാമ പ്രാർത്ഥന, വൈകിട്ട് പ്രാർത്ഥന, എല്ലാ പ്രാർത്ഥനയും.
അമ്മ ഇവനെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്നോട് ഞാൻ കുടി നിർത്താനല്ലേ പറഞ്ഞുള്ളൂ, ഇങ്ങനാവാൻ പറഞ്ഞോ? ഒരു ചേട്ടനെ ഭാര്യ നിർബന്ധിച്ച് ധ്യാനകേന്ദ്രത്തിൽ വിട്ടു. അങ്ങേര് ധ്യാനം കൂടി, കള്ളുകൂടി നിർത്തി, വീട്ടിലേക്ക് തിരിച്ചു വന്നു. എന്നിട്ട് അലമാരയിൽ വെച്ചിരുന്ന മദ്യക്കുപ്പി എടുത്ത് ഓരോന്നോരോന്നായി എടുത്ത് വാഷ് ബേസിനിൽ ഒഴിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭാര്യ വന്നിട്ട്, മനുഷ്യനെ എന്നായി കാണിക്കുന്നേ, എന്തായി കാണിക്കുന്നേ, എന്തായി കാണിക്കുന്നത്, ഭ്രാന്ത് കാണിക്കുകയാണോ? വിടറി, ഞാൻ കുടി നിർത്തിയെന്ന്. നീ വിട എന്നെ, ഞാൻ കുടി നിർത്തിയെന്ന്. നീയല്ലേ എന്നെ നിർബന്ധിച്ച് പനക്കലച്ചനെടുത്ത് വിട്ട് ഞാൻ കുടി നിർത്തിയെന്ന്. നിങ്ങൾ കുടി നിർത്തി, അതൊക്കെ ശരി, എനിക്കറിയാം നിങ്ങൾ കുടി നിർത്തിയെന്ന്. ഇത് കളയുന്ന എന്തിനാ? എടി, ഇത് മദ്യം, അത് മദ്യം, അത് നിങ്ങൾ കളയണ്ട, അത് എൻ്റെ ആങ്ങളയ്ക്ക് കൊടുക്കാന്ന്, ആങ്ങളയ്ക്ക് കൊടുക്കാന്ന്. കളയുന്ന എന്തിന്? ഒരുപാട് വിശ്വാസികളുടെ മാനസാന്തരം എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് തേങ്ങയും മാങ്ങയും തന്നാ മതി, ഞങ്ങളെ നന്നാക്കാൻ വരണ്ട. ഇന്ന് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഞങ്ങൾക്ക് തേങ്ങയും മാങ്ങയും ചക്കയും തന്നാ മതി, ഞങ്ങളെ നന്നാക്കാൻ വരരുത്. ഞങ്ങളുടെ കുടി മാറ്റാനൊന്നും വരരുത്, ഞങ്ങളുടെ വലി മാറ്റാനൊന്നും വരരുത്, ഞങ്ങളുടെ അസൂയ മാറ്റാനൊന്നും വഴക്ക് മാറ്റാനൊന്നും വരരുത്. എന്നോട് ഈശോ എന്ന് എന്ത് വേണേലും പറഞ്ഞു, അവളോട് മാത്രം മിണ്ടാൻ. എന്ത് ബാധയാണെന്ന് മനസ്സിലായോ? അത് ഈ പിശാച് ബാധയാണത്. മഹോന്നതനായ യേശുവെ സ്തുതിപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്തുതിപ്പാണ്. ഈ നാട്ടിൽ പഞ്ചായത്തിലെങ്ങും കേട്ടിട്ടില്ലാത്ത സ്തുതിപ്പാണ്. മഹോന്നതനായ യേശുവേ, ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടരുത്. പറഞ്ഞേ ഹല്ലേലൂയ. ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടരുത്. ഇപ്പൊ പിടി കിട്ടിയോ? എന്നാ വായിച്ചേ. അപ്പൊ പിശാച് ബാധിതനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ഇപ്പൊ മനസ്സിലായല്ലോ. ഇത് നമ്മളാണ് ഈ പിശാച് ബാധിതര്. നമുക്ക് യേശുവിനെ വേണം, പക്ഷെ നന്നാവാൻ താല്പര്യമില്ല. അടുത്ത വാക്യം അപ്പോൾ പറയുകയാണ്, അവൻ അപേക്ഷിച്ചു, ദൈവത്തെ കൊണ്ടാണയിട്ട് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു, അങ്ങനെ പീഡിപ്പിക്കരുതേ. 8-ാമത്തെ വാക്യം, കാരണം അശുദ്ധാത്മാവേ ആ മനുഷ്യനിൽ നിന്ന് പുറത്തു വരൂ എന്ന് യേശു ആജ്ഞാപിച്ചിരുന്നു. അശുദ്ധാത്മാവേ ആ മനുഷ്യനിൽ നിന്ന് പുറത്തു വരൂ എന്ന് യേശു ആജ്ഞാപിച്ചിരുന്നു. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. നീ ദൈവസമക്ഷം വരുമ്പോൾ, നീ യേശുവിൻ്റെ അടുത്ത് വരുമ്പോൾ, നിനക്കിഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും, നിന്നെ മാറ്റിമറിക്കുക എന്നത്, നിന്നെ മാനസാന്തരപ്പെടുത്തുക എന്നത്, നിന്നിലെ പിശാചിനെ പുറത്താക്കുക എന്നത് നിന്റെ ഉത്തരവാദിത്തത്തെക്കാൾ യേശുവിൻ്റെ ഉത്തരവാദിത്തമാണ്. നിനക്കിഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും യേശു അത് ചെയ്തിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഈ തത്തിക്കളിയും ഈ വേവലാതിയും കൊണ്ട്, ഈ തട്ടിപ്പ് കൊണ്ട് കുറച്ചു കാലം മുന്നോട്ട് പോകാം. നീ പള്ളി വന്നോ, നിന്നെ ദൈവം മാറ്റിയിരിക്കും. ഒരു സംശയം വേണ്ട, നിന്നെ ദൈവം മാറ്റിയിരിക്കും. നീ ദൈവത്തെ വിളിച്ചോ. ഇപ്പൊ നീ ഈ ഗെയിമൊക്കെ കുറച്ചു കാലത്തേക്കേ ഉള്ളൂ, ഈ തട്ടിപ്പൊക്കെ കുറച്ചു കാലത്തേക്കേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ വിചാരിക്കുകയാണ്, ദൈവമേ പള്ളി വന്ന് പ്രാർത്ഥിച്ചു, ഒരു മാറ്റവും വന്നില്ലല്ലോ. കർത്താവ് പറയും, വെയിറ്റ്, ഇത്തിരി കഴിഞ്ഞോട്ടെ, ഇപ്പൊ ശരിയാക്കി തരാം, കുറച്ചുകൂടെ കഴിഞ്ഞോട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നും വിഷമിക്കണ്ട. യേശു നിന്നെ യേശുവിൻ്റെ മുമ്പിൽ എത്തിച്ചെങ്കിൽ അവൻ നിന്നെ മാറ്റിയിരിക്കും. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അനേകം പിശാച് ബാധിതരുണ്ടായിരുന്ന സ്ഥലത്ത് യേശുവിൻ്റെ മുന്നിൽ എത്തിപ്പെട്ടത് ഇവനാണ്. അങ്ങനെ വന്നെങ്കിൽ യേശു എന്ന വ്യക്തിയുമായി ഒരു നേർരേഖയിൽ ജീവിതത്തിൽ എന്നെങ്കിലും ഒരിക്കൽ നാം സംഗമിച്ചാൽ അവൻ നമ്മളെ മാറ്റി മറിക്കും. മനസ്സിലാവുന്നുണ്ടോ? നമുക്കിഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ട്. അതുകൊണ്ട് വചനം പറയുന്നറിയാം, നിങ്ങളിൽ സൽപ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ ദിനമാകുമ്പോഴേക്കും അത് പൂർത്തിയാക്കും. മനസ്സിലായോ? മറ്റൊരിടത്ത് വചനം പറയുന്നു, നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. നാം അവിശ്വസ്തരായിരുന്നാലും അവൻ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് കർത്താവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഈശോയ്ക്കറിയാം, ഈശോ എന്ത് ചെയ്യും? പതുക്കെ നമ്മളെ മാറ്റിമറിക്കും. അത് എത്രയും നേരത്തെ ആണെങ്കിൽ എത്രയും
നല്ലത്. എത്രയും നേരത്തെ ആണെങ്കിൽ അത്രയും നല്ലത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയാം? ഒരു വചനം വായിക്കുക. സഭാപ്രസംഗകൻ 12:1. സഭാപ്രസംഗകൻ 12:1. പെട്ടെന്ന് വായിക്കൂ മോനെ. പഴയ നിയമത്തിൽ സങ്കീർത്തനമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് എടുത്താൽ സഭാപ്രസംഗം കിട്ടും. സഭാപ്രസംഗകൻ 12:1. വേഗം വായിച്ചേ. ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുമ്പ് യൗവനത്തിലെ നിന്റെ സ്രഷ്ടാവിനെ അറിയുക. ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുമ്പ് യൗവനത്തിലെ നിന്റെ സ്രഷ്ടാവിനെ അറിയുക. 95 വയസ്സായിട്ട് കുമ്പസാരിച്ച് മാനസാന്തരപ്പെട്ട് സ്വർഗ്ഗത്തിൽ പോകാൻ ഇരിക്കരുത്. 93-ാമത്തെ വയസ്സിൽ ചിലപ്പോൾ വടിയായി പോകും. അപ്പോൾ അതുകൊണ്ട് ഞാനതുകൊണ്ട് പ്രായമായി കഴിയുമ്പോൾ മാനസാന്തരപ്പെടാനിരിക്കുകയാണ്. പ്രായമാവേണ്ടിയൊന്നും വരത്തില്ല. ആളുകൾ നിപ്പി കുഴഞ്ഞു വീണ് മരിക്കുന്ന കാലമാണ്. ശരിയല്ലേ? അല്ലേ? ഇന്നലെ ഉള്ളവർ ഇന്ന് കാണാനില്ല, ഇന്നുള്ളവരെ നാളെ കാണുമെന്ന് അറിയത്തുമില്ല. പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ ഒരു കൂട്ടുകാരൻ സെമിനാരി പഠിക്കുമ്പോൾ അന്ന് ബ്രദറാണ്, ഇന്ന് അച്ഛനാണ്. ഇന്ന് വലിയ സ്ഥാനത്തിരിക്കുന്ന അച്ഛനാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഈ ഓണത്തിന് ആ പള്ളിയിൽ ഈ പാവപ്പെട്ട ആളുകളെ വിളിച്ചിട്ട് മുണ്ടും ഉടുപ്പൊക്കെ വിതരണം ചെയ്യുകയാണ്. അപ്പോൾ ഒരു ഇദ്ദേഹം ഇങ്ങനെ പേര് വിളിച്ചപ്പോൾ മുണ്ട് വാങ്ങിക്കാൻ വന്ന ചേട്ടൻ എഴുന്നേറ്റ് നിന്ന് അവിടെ തന്നെ വീണ് മരിച്ചു. എന്നാലും ചോദിക്കേ, മുണ്ട് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് മരിച്ചാൽ വേണ്ടില്ല. അല്ല പാവ മുണ്ട് കിട്ടുമെന്നൊക്കെ ഓർത്ത് എഴുന്നേറ്റ് വന്നപ്പോഴത്തേന് അപ്പം തന്നെ മരിച്ചുപോയി. പേര് വിളിച്ച ഉടനെ മരിച്ചുപോയി. അപ്പം ഞങ്ങളതുകൊണ്ട് ഞങ്ങളുടെ കൂട്ടുകാരനോട് പറയുമായിരുന്നു, ഞങ്ങളുടെ പേരൊന്നും വിളിക്കല്ലേ എന്ന്. അതായത് വീണ് മരിച്ചാലോ എന്ന് ഓർത്തിട്ടെ. അതുകൊണ്ട് യൗവനത്തിലെ ചെറിയ പ്രായത്തിലെ യേശുവിനെ അറിയണം. ഒന്ന് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ്. ചെറിയ പ്രായത്തിൽ യേശുവിനെ അറിയണം. അപ്പോൾ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവേ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടരുത്. ദൈവത്തെ കൊണ്ടാണയിട്ട് അങ്ങയോട് അപേക്ഷിക്കുന്നു, അങ്ങ് എന്നെ പീഡിപ്പിക്കരുത്. കാരണം അശുദ്ധാത്മാവെ ആ മനുഷ്യനിൽ നിന്ന് പുറത്തു വരിക എന്ന് യേശു ആജ്ഞാപിച്ചിരുന്നു.